ഇന്ന് കോയമ്പത്തൂർ പോയിട്ട് വരുമായിരുന്നേ. അപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാമെന്നുള്ളൊരു തോന്നലേ. സമയം 3:30 ഇപ്പം എന്താ കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ രാജാൻ്റെ കടയിൽ നിർത്തിയിട്ടുണ്ട്, എന്തായാലും അവർ നോക്കാം. അങ്ങനെ രാജാൻ്റെ കട 3:30 ചോറ് കിട്ടുമെന്ന് നോക്കാം. ചോറ് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയത്. അതാണ് എൻട്രൻസ്. ഒരു പഴയൊരു ആംബിയൻസിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഫീലേ. അതെ, 3:30 ആയതുകൊണ്ട് സ്പെഷ്യലൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ പറയാം. കഴിക്കാം. ഇതൊരു സലാഡുണ്ട്, പിന്നെ സലാഡ്, കടലയും പടവലയും, ക്യാബേജ് തോരൻ. ചിക്കൻ മതി, ഒരു ചിക്കൻ ബട്ടർ എടുത്തോ. വേണ്ട, മീൻ കഴിക്കാറില്ല. മീൻ വേണ്ട. പപ്പടം പപ്പടം ഉണ്ട്. കോഴിയും കുമ്പളി. അതെ, പാലക്കാടിലെ സ്പെഷ്യൽ കോഴിയും കുമ്പളി. ഏകദേശം സമയം 4 മണി ആയതുകൊണ്ട് ഇന്ന് മട്ടേരി അതൊന്നുമില്ല, പൊന്നേരിയാണുള്ളത്. ചിക്കൻ പരട്ട് നോക്കല്ലേ. കുമ്പളങ്ങയും കോഴി എങ്ങനെയുണ്ട്? അടിപൊളി, നൈസല്ലേ? ഓക്കെ ബൈ, ഞാൻ കഴിക്കട്ടെ. ഇവിടെ നമ്മളൊരു ചിക്കൻ പരട്ട് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കറി തന്നെ അത്യാവശ്യം നിറയെ പീസുകളുണ്ട്, അത്യാവശ്യം നല്ല പീസുകളുണ്ട് കറി. അതല്ലേ നല്ല വിശപ്പുള്ളതുകൊണ്ട് ചൂട് ചോറും കറിയെല്ലാം നല്ല ചൂടുണ്ട്. സമയമാണെങ്കിൽ നല്ല ചൂടുണ്ട്, 4 മണി പക്ഷെ എന്നാലും നല്ല ചൂടിൽ തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് പോയ വഴി ഇറങ്ങില്ല ചോറിന്. നീ ചോറ് വേണം നോക്കട്ടെ? വേണം, നല്ല വിശപ്പുണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. അതൊരു നോമ്പാണ് കേട്ടോ. നാളെ മുതൽ നമ്മൾ പക്കാ നോമ്പല്ലേ. പിന്നെ ലൊക്കേഷൻ വരുന്നത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പാലമുണ്ട്, അത് കഴിഞ്ഞ് ഉടനെ, അതായത് പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകുന്ന വഴിയിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡാണ് റെനോൾട്ടിൻ്റെ ഷോറൂമുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് കട വരുന്നത്. ഈ ഒരു ടൈമിൽ ഫുഡ് കിട്ടുക പറഞ്ഞതും അതെ, ഈ ഒരു സമയത്ത് 4 മണിയായി. ഈ സമയത്ത് മീൽസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അതും നല്ല ചൂടോടെ ഉള്ളത്. ബാക്കി ക്വാളിറ്റിയും ഒരു വ്യത്യാസമില്ല. സമയം കണ്ട ഇപ്പോൾ 4:35 നമ്മൾ കഴിക്കാൻ കയറുമ്പോൾ ഏകദേശം 3:45 കഴിഞ്ഞു. ഈ സമയത്ത് ചോറ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പ്രതീക്ഷിച്ചില്ല. അത് നല്ല ചൂടോടെയുള്ള ക്വാളിറ്റി. ഒരു 3 മണി 3:45 ആയതുകൊണ്ടാണ് പൊന്നിയേരിയാണ് കിട്ടിയത്. അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറുവയും മട്ടേരിയൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ് അവിടെ നിന്ന്, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് പ്രതീക്ഷിച്ച് നിർത്തിയതല്ല, ഞങ്ങൾ പെട്ടെന്നൊരു കട കണ്ടപ്പോൾ അവിടെ ചോറുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ്. സംഭവം വിചാരിച്ച പോലെ തന്നെ ചോറ് കിട്ടി. കറികളൊന്നും പറയാതിരിക്കാൻ വയ്യ. മസാലയൊന്നും പൊടികളല്ല, ഒക്കെ അരച്ചതാണ്. മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ അരച്ചിട്ടാണ് മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്ത് പറയാം. ഇപ്പോൾ ഉദാഹരണം രസം തന്നെ നോക്ക്, ചില കടകളിൽ പോയി കഴിഞ്ഞാൽ പൗഡർ ആയിരിക്കും അല്ലേ, രസം പൗഡർ പൊടി ഇട്ടിട്ട് രസം ഉണ്ടാക്കിയ. പക്ഷെ ഇത് ഫുള്ള് അരച്ചിട്ട് അടിപൊളിയുണ്ട്. വയറ് നിറച്ച് കഴിച്ചു. ഭയങ്കര വിശപ്പായിരുന്നു, രാവിലെ പോലും ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ഒന്ന് ഉറങ്ങാം. നാളെ മുതൽ പട്ടിണിയാണ്, നോമ്പാണ്. നാളെ മുതൽ സ്ട്രിക്ട്ലി ഫുഡില്ല. വൈകുന്നേരം ഒരു നേരം അപ്ലോഡ് ചെയ്യുന്നത് അത് പ്രത്യേകം പറയാം. ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നോമ്പ് സമയത്തായിരിക്കും. കാരണം ഇന്ന് 18-ാം തീയതി ഫെബ്രുവരി, 19-ാം തീയതി മുതലാണ് കേരളത്തിൽ നോമ്പ് തുടങ്ങുന്നത്. അപ്പോൾ നോമ്പിന്റെ ഇടയിലായിരിക്കും ഈ വീഡിയോകൾ കാണുന്നത്. അതിന്റെ ഇടയിലോ അല്ലെങ്കിൽ അതിന്റെ കമന്റിലോ ദയവ് ചെയ്ത് നോമ്പായിട്ട് ഭക്ഷണം കഴിച്ച് നടക്കണം എന്ന് പറഞ്ഞിട്ട് കമന്റ് കൊണ്ട് വരരുത്. എന്താണെങ്കിലും ലൊക്കേഷൻ കിട്ടിയില്ലേ കടണ്ടേ. പല ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണണമെങ്കിൽ, ഇനിയിപ്പോൾ കഴിച്ച ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കഴിക്കും. സംഭവം പഴയ ടേസ്റ്റ് ഒന്നും പോയിട്ടില്ല, അടിപൊളിയായിട്ട്. പിന്നെ ചിക്കൻ പെരട്ട് ഈ ട്രിവാൻഡ്രം ആ സ്റ്റൈൽ ചിക്കൻ പെരട്ടല്ല,
ഞങ്ങൾ പാലക്കാട് സ്റ്റൈലുള്ള ഒരു ചിക്കൻ പെരട്ടാണ്. അപ്പോൾ ട്രിവാൻഡ്രംകാർ കാണുകയാണെങ്കിൽ ഇതെന്ത് ചിക്കൻ പെരട്ടെന്ന് ചോദിക്കരുത്. ഓക്കെ, അപ്പോൾ കഴിക്കാത്തവർ വന്ന് കഴിക്കുക, കഴിച്ചവർ ഒന്നും കൂടെ വന്ന് കഴിക്കുക, പഴയ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.